നമസ്കാരം. ഭഗവത്ഗീത പഠനം ഇന്ത്യയൊട്ടാകെയല്ല ലോകമൊട്ടാകെ വ്യാപിക്കണം എന്ന ആഗ്രഹം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഗീതാ ജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സന്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയർന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്നം ആ വേദിയിൽ വെച്ച് പങ്കിടുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു അന്താരാഷ്ട്ര ഗീതാ സമ്മേളനം നടത്തുക എന്നത്. അത് നിറവേറ്റിയത് മനോഹർലാൽ ഖട്ടറാണ്. 2016 അദ്ദേഹം ആ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തു. കുരുക്ഷേത്ര വികസന ബോർഡിന്റെ സഹായത്തോടു കൂടി ഹരിയാന സർക്കാർ 1989 മുതൽ തന്നെ കുരുക്ഷേത്ര നഗരത്തിൽ ഗീതാ മഹോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വരുന്നുണ്ട്. 2016 ഹരിയാന സർക്കാർ ഗീതാ ജയന്തി ഉത്സവം അന്താരാഷ്ട്ര ഗീതാ മഹോത്സവമായി ആചരിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആ തീരുമാനം അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു. അതിനെ തുടർന്ന് 2 ദശലക്ഷത്തിലധികം ആളുകളാണ് കുരുക്ഷേത്രം സന്ദർശിച്ചത്. ഭഗവത്ഗീതയുടെ മഹത്തായ പാഠങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല മറിച്ച് ലോകം ഒന്നടങ്കം പടരേണ്ടതുണ്ട് എന്നുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്തായാലും 2016 മുതൽ നടത്തിവരുന്ന ഗീതാ മഹോത്സവം വലിയ വിജയകരമായ ഒരു ഉത്സവം തന്നെയാണ്. കഴിഞ്ഞ 7 വർഷമായി ഗീതാ ജയന്തി മഹോത്സവം സംഘടിപ്പിക്കുകയും വിജയകരമായി അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സംഘാടകർ എന്ന് അവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അമിത്ഷാ. ഗീതാ ജയന്തി മഹോത്സവം ആചരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ധാർമ്മികവും സാംസ്കാരികവുമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. എന്തായാലും ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുകൂടി അമിത്ഷാ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നത്തെ കുറിച്ച് കൂടി വേദിയിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വരും വർഷങ്ങളിലൊക്കെ ഈ ഗീതാ മഹോത്സവം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തന്നെ BJP സർക്കാർ ആഘോഷിക്കും എന്നുള്ള ഒരു സൂചന കൂടി അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.